ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ദേ ഈ കാണുന്ന കവറ് പാക്കറ്റ് നാട്ടിൽ നിന്ന് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥിരം ഒരു പതിവാക്കിയേക്കുകയാണ്. കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നതെന്ന് കേട്ടാൽ ഉടനെ വീട്ടിലോട്ടൊരു ഫോൺ വിളിയാണ്. ഇന്നാൾ ഇന്ന സമയത്ത് വരുന്നുണ്ട്, കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടേന്ന്. സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല, ഇവിടെ എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് വിലയാണ് കേട്ടോ, ഇരട്ടിക്കിരട്ടി വിലയാണ്. അപ്പം നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ വാങ്ങാറുള്ളൂ. പിന്നെ കുറേ ദൂരവും പോകണം ഇതൊക്കെ വാങ്ങാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിടും. അപ്പോൾ ഈ എടുത്ത് വെച്ചത് ബീഫ് ഫ്രൈ ആണ്. ഒരു പ്രാവശ്യം കുറച്ചൊന്ന് കൊടുത്തു വിട്ടു കേട്ടോ. അത് പക്ഷേ ഇവിടെ എല്ലാവർക്കും അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്, ഒരു 2-3-4 ദിവസം വരെയൊക്കെ നന്നായിട്ട് ഇരിക്കും കേട്ടോ, നല്ലതായിട്ട്. അതിൽ കഴിഞ്ഞ് പിന്നെ ആര് വന്നാലും ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു മ്യൂസിക് പ്രോഗ്രാമിന് പോയി. പണ്ഡിറ്റ് പാർത്ഥസാരഥിയുടെ, ഞാൻ ആദ്യം വിചാരിച്ചു പാർത്ഥസാരഥി ആയിരിക്കുമെന്ന്, അല്ല, പക്ഷേ പണ്ഡിറ്റ് പാർത്ഥസാരഥിയുടെ ഒരു മ്യൂസിക് പ്രോഗ്രാമായിരുന്നു. 1 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിലോട്ടൊന്ന് പോയി. ഇതാണ് നമ്മൾ മീൻ വാങ്ങുന്ന കട. ഇത് ചെറിയൊരു കടയാണെങ്കിലും ഉണ്ടല്ലോ, 24 മണിക്കൂറും ഇതിനകത്ത് ഭയങ്കര തിരക്കാണ്. എപ്പോൾ മീൻ മേടിക്കാൻ പോയാലും ഇതിൽ നല്ല തിരക്കാണ്. അപ്പം ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലെ മീനെന്ന് പറയുന്നത് ചെറിയ ചൂര ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചുമന്ന മീൻ, പൊന്നാര എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതും ഇരിപ്പുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ചൂരയല്ലേ മേടിക്കുന്നത്, അപ്പോൾ ഇപ്രാവശ്യം ചൂരയൊന്നും മാറ്റിയിട്ട് ചുമന്ന മീൻ പൊന്നാരം മേടിക്കാമെന്ന് വിചാരിച്ചു. അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 6-7 മാസമായി ഇവിടെ വന്നിട്ട്. ഇതുവരെ ഈ ചുമന്ന മീൻ എങ്ങനെ വാങ്ങിച്ചിട്ടില്ല. വല്ല ചാളയോ ചൂരയൊക്കെ ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം കുറച്ച് പച്ചക്കറി വാങ്ങാനായിട്ട് പോയി. പച്ചക്കറി വാങ്ങാൻ വന്നപ്പോൾ 6 കിലോ കിഴങ്ങ് 100 രൂപയ്ക്ക് ഇവരിങ്ങനെ കവറിലാക്കി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ കിട്ടാറുള്ളൂ കേട്ടോ. ചില സമയങ്ങളിൽ വരുമ്പോൾ 4-5 കിലോ സവാളയൊക്കെ ഇതേപോലെ 100 രൂപയ്ക്ക് ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇന്നിപ്പം കിഴങ്ങാണ് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ, നല്ല കിഴങ്ങാണ്. അപ്പോൾ അതും വാങ്ങി. പിന്നെ കുറച്ച് വഴുതനങ്ങയും ക്യാരറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. സന്ധ്യയെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയ്യോടങ്ങ് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീഫ് ഫ്രൈ ഇരിപ്പുണ്ട്, എന്നാലും മീൻ വാങ്ങിച്ചതല്ലേ, അപ്പം അതങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. വെട്ടി ക്ലീനാക്കിയൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, അങ്ങ് കറിയാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടുന്ന പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടു. പിന്നെ മീനൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തു. അതിന് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചു. പിന്നെ വറക്കാനുള്ള അതിൻ്റെ വാലിൻ്റെ കഷ്ണങ്ങളെല്ലാം അങ്ങ് വറക്കാനായിട്ട് മാറ്റി വെച്ചു. അരപ്പൊക്കെ തേച്ച് വെച്ചു. അപ്പോഴേക്കും മീൻകറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ ചപ്പാത്തിയാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ ചപ്പാത്തിയും കൂടെ ഒക്കെ അങ്ങ് റെഡിയാക്കി. അപ്പം രാത്രിയിലത്തേന് ഫുഡ്, പിന്നെ ഒരു സബ്ജിയും കൂടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് കിഴങ്ങും മട്ടറും വഴുതനങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു സബ്ജിയാണ്. ചപ്പാത്തിക്ക് മിക്കവാറും ഞാനിതാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോഴേക്കും മീനൊക്കെ വറുത്തെടുത്തു. നല്ല മീനാണ്. മീൻ വറക്കുന്നത് ഇതേപോലെയൊക്കെയുള്ള മീനൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ ഒരു നിർബന്ധമാണ് കേട്ടോ. ഇതുപോലെ സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കഴിക്കാനായിട്ടിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ വറുത്തതിന്. കുറേ നാൾ കൂടിയിരുന്ന് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.